നമസ്കാരം. ഡിഫൻസിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ എയർഫോഴ്സ് എക്സാം സ്പെഷ്യലായിട്ട് 13/7/2021 അതായത് നാളെ നടക്കാനിരിക്കുന്ന എയർഫോഴ്സ് എക്സാം സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് പാലിക്കേണ്ടതും എക്സാം ഹാളിൽ ചെന്നിരുന്ന് പാലിക്കേണ്ടതുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. എക്സാം എഴുതാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, 2 ഫോട്ടോഗ്രാഫ്സ് മസ്റ്റാണ്. ഇതില്ലാതെ എക്സാം എഴുതിപ്പിക്കുന്നതല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, 2 ഫോട്ടോഗ്രാഫ് എന്നിവ നമ്മുടെ കയ്യിൽ കരുതുക. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് അഡ്മിറ്റ് കാർഡിൻ്റെ 2ാമത്തെ പേജിൻ്റെ അകത്ത് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം കാണും. ആ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ബോൾ പെൻ വേണം. അത് ബ്ലൂവോ ബ്ലാക്കോ ആയിക്കോട്ടെ, രണ്ടിലേതെങ്കിലും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾ പെന്നാണ് ആവശ്യം. അത് പ്രത്യേക നിർദ്ദേശമാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ പെന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് റഫ് പേപ്പറായിട്ട് നമുക്കൊരു പേപ്പർ തരുന്നതാണ്. ആ പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ പേരും സിഗ്നേച്ചറും നമ്മളിവിടെ ചെയ്യണം. അത് മാത്രമല്ല, റഫ് പേപ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് ബോൾ പെന്ന് നമ്മുടെ കയ്യിൽ കരുതണമെന്ന് പറയുന്നത്. എക്സാം എഴുതിയതിന് ശേഷം ആ റഫ് പേപ്പർ അവിടെ തന്നെ ഡസ്റ്റ്ബിന്നിൽ കളയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് തെളിയിക്കേണ്ട ഒറിജിനലോ ഫോട്ടോ കോപ്പിയോ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് +2 സർട്ടിഫിക്കറ്റ്സോ അതിൻ്റെ കോപ്പീസോ ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. പരീക്ഷ എഴുതിയതിന് ശേഷം അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. സ്റ്റേജ് 2 എക്സാമിന് ഇതേ അഡ്മിറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് ദയവായി നശിപ്പിക്കരുത്, കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ എയർഫോഴ്സ് എക്സാമിന് എഴുതാൻ പോകുന്നതിന് മുമ്പ് ഡ്രസ് കോഡ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകൾ ഫുൾ സ്ലീവ് ഇടാൻ പാടില്ല. പോക്കറ്റുള്ള ഷർട്ടുകളോ ടീഷർട്ടുകളോ ഇടാൻ പാടില്ല. ഏറ്റവും അനുയോജ്യം ഒരു ടീഷർട്ട് തന്നെയാണ്. അതിന് പോക്കറ്റ് കാണാൻ പാടില്ല. ഫുൾ സ്ലീവ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഷൂസോ കാല് കവർ ചെയ്ത് എന്തെങ്കിലും ഒരു സാൻഡൽസോ യൂസ് ചെയ്യാൻ പാടില്ല. ഹീലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ബേസ് വളരെ ചെറുതായിട്ടുള്ള സാൻഡൽസ് യൂസ് ചെയ്യുക. സ്ലിപ്പേഴ്സ് പോലുള്ള സാൻഡൽസ് യൂസ് ചെയ്യുക. എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വയർലെസ് എക്യുപ്മെൻറ്റ്സോ ഒന്നും കാണാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു കാരണവശാലും ഒരു ഓർണമെൻറ്റ്സും പാടില്ല. റിസ്റ്റ് വാച്ച് സഹിതം ഒന്നും പാടില്ല. റിസ്റ്റ് വാച്ച്, ബ്രേസ്ലെറ്റ്സ്, ഓർണമെൻറ്റ്സ്, ക്യാപ്സ്, വാളറ്റ്സ്, ഹാൻഡ് ബാഗ്സ്, ഒരു വിധമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണാൻ പാടില്ല. അടുത്ത ഈറ്റബിൾ ഐറ്റംസ് ആയിട്ടുള്ള ചിപ്സോ ചോക്ലേറ്റോ കഴിക്കാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് പ്രവേശിപ്പിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മൾ പെന്നോ പെൻസിലോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ബോക്സുകൾ, ജോമെട്രി ബോക്സുകളോ കാര്യങ്ങളോ ഒന്നും അകത്തോട്ട് പ്രവേശിപ്പിക്കത്തില്ല. ആകെ നമ്മളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് വേണം, നമ്മുടെ 2 ഫോട്ടോഗ്രാഫ്സ് വേണം, ഒരു ബോൾ പെൻ വേണം. ഇത്ര മാത്രമേ അകത്തോട്ട് അലോ ചെയ്യത്തുള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫായിട്ടുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ മസ്റ്റാണ്. അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങൾ പാലിച്ച് നന്നായി എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് 30 GK ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. കറണ്ട് അഫേഴ്സ്, GK, സയൻസ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് റിവർ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത്? ഓപ്ഷൻ എ യമുന, ബ്രഹ്മപുത്ര, ഗംഗ, ഇൻഡസ്. ഉത്തരം നമുക്കറിയാം, ഗംഗയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. അതുമാത്രമല്ല, ഗംഗയാണ് നമ്മുടെ നാഷണൽ റിവർ എന്നറിയപ്പെടുന്ന നദി. അപ്പോൾ ദേശീയ നദിയാണ് ഗംഗ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദിങ് എക്സ്പ്രസ്? ദിങ് എക്സ്പ്രസ് എന്ന് പേരുള്ള ആരാണ്? ഹിമാദാസ്, മിതാലി രാജ്, വിനേഷ് ഫോഗാട്ട്, ദുതി ചന്ദ്. നമുക്ക് ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഹിമാദാസ് ആണ്. ആസാംകാരിയായിട്ടുള്ള ഹിമാദാസ്. ഇന്ത്യയുടെ ഒരു സ്പ്രിൻ്ററാണ്. 400 മീറ്ററാണ് കായിക ഇനമായിട്ട് തിരഞ്ഞെടുത്തത്. 2018 ഏഷ്യൻ ഗെയിംസിൽ റെക്കോർഡോടുകൂടി 400 മീറ്ററിൽ റെക്കോർഡിട്ട വനിതയാണ് ഹിമാദാസ്. ആസാമിലെ ഒരു ചെറിയ ഗ്രാമമാണ് ദിങ്. അവിടാണ് അവർ ജനിച്ചത്. അപ്പോൾ ആ പേരിലാണ്, ദിങ് എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഹിമാദാസ്. മൂന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് നോൺ ആസ് ഹെവൻ ഓൺ എർത്ത്.
ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, കർണാടക, കേരള. ഉത്തരം ജമ്മു കാശ്മീർ ആണ്. അവിടുത്തെ ടൂറിസം വകുപ്പിൻ്റെ ആപ്തവാക്യമാണ് ഹെവൻ ഓൺ എർത്ത് എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കേരളത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് അവിടെ ഹെവൻ ഓൺ എർത്ത് എന്നാണ് ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം ആപ്തവാക്യം, മോട്ടോ എന്നറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ആറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ബാർക്ക്, ASRI, DRDO, TDRS. നമുക്കറിയാം ബാബ അറ്റോമിക് റിസർച്ച് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ. അത് നിലവിൽ വന്നത് 1954 1954 ഉണ്ടായത്. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ഹോമി ജെ ബാബയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ കോഡ് നെയിം അസൈൻഡ് ഫോർ ദ ഫസ്റ്റ് സക്സസ്ഫുൾ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ഇൻ പൊക്രാൻ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ പൊക്രാനിൽ ആദ്യമായിട്ട് അണുപരീക്ഷണം നടന്നപ്പോൾ അതിന് കൊടുത്ത കോഡ് നെയിം എന്താണ്? ഓപ്പറേഷൻ ശക്തിയാണോ, ഓപ്പറേഷൻ വിജയ് ആണോ, സ്മൈലിംഗ് ബുദ്ധയാണോ, ഓപ്പറേഷൻ ബ്ലാസ്റ്റ് ആണോ? നമുക്കറിയാം ആദ്യത്തെ പൊക്രാനിൽ വെച്ച് നടന്ന അണുപരീക്ഷണത്തിന് കൊടുത്ത പേര് സ്മൈലിംഗ് ബുദ്ധ, ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് കോഡ് നെയിം. അത് സംഭവിച്ച 1974. എന്നാൽ രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ഫയർ ചെയ്തത് ഓപ്പറേഷൻ ശക്തി എന്നാണ് പേര് കൊടുത്തത്. അത് 1998 AB വാജ്പേയിയുടെ സമയത്തായിരുന്നു. നമുക്ക് ആറാമത്തെ ചോദ്യം. ഡിവൈസ് യൂസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ ആണോ, വോൾട്ട് മീറ്റർ ആണോ, ഇലക്ട്രോഗ്രാഫ് ആണോ, റെക്ടിഫയർ ആണോ? വോൾട്ട് മീറ്റർ ആണ് ഉത്തരമായി വരുന്നത്. അതിൽ അമ്മീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമ്മീറ്റർ. ഏഴാമത്തെ ചോദ്യം. വിച്ച് ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയമാണോ, ട്രിഷ്യമാണോ, ഡ്യൂട്ടീരിയമാണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഇത് നമ്മൾ ആറ്റം എന്ന ടോപ്പിക്കിൻ്റെ അത് ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ആറ്റം എന്ന ടോപ്പിക്ക് കിടപ്പുണ്ട്, പോയി വാച്ച് ചെയ്യുക. അപ്പോൾ ഉത്തരമായി വരുന്നത് ട്രിഷ്യമാണ്. ട്രിഷ്യമാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് എട്ടാമത്തെ ചോദ്യം. കാളിദാസ് സമ്മാൻ ഈസ് ഗിവൺ ബൈ വിച്ച് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റാണ് കാളിദാസ് സമ്മാനം കൊടുക്കുന്നത്? മഹാരാഷ്ട്ര, ഒറീസ, മധ്യപ്രദേശ്, കർണാടക. ഉത്തരമായി വരുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് സർക്കാരാണ് കാളിദാസ് സമ്മാനം കൊടുക്കുന്നത്. നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം. രവീന്ദ്രനാഥ ടാഗോർ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ഹിസ് ബുക്ക്. ഏത് ബുക്കിനാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടിയത്? ഗോറ, പോസ്റ്റ് ഓഫീസ്, ഗീതാഞ്ജലി, കാബൂളിവാല. നമുക്ക് എപ്പോഴും അറിയാം, സ്കൂൾ കാലങ്ങളിൽ മുതലേ പഠിക്കുന്നതാണ്. ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്, ലിറ്ററേച്ചർ വിഭാഗത്തിൽ കിട്ടുന്നത്. അത് 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തിക്ക് ആദ്യമായി നോബൽ പ്രൈസ് കിട്ടുന്നത് രവീന്ദ്രനാഥ ടാഗോറിനാണ്. പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽ രത്ന. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വ്യക്തി ആര്? കർണം മല്ലേശ്വരി, പങ്കജ് അദ്വാനി, വിശ്വനാഥ് ആനന്ദ്, സച്ചിൻ ടെണ്ടുൽക്കർ. ആൻസർ വിശ്വനാഥ് ആനന്ദാണ്. മൈൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയേക്കുന്നത് വിശ്വനാഥ് ആനന്ദാണ്. ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ട താരമാണ് വിശ്വനാഥ് ആനന്ദ്. നോക്കുക 11ാമത്തെ ചോദ്യം. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 4 ആണോ, ഒക്ടോബർ 8 ജനുവരി 15 സെപ്റ്റംബർ 5 നമുക്കറിയാം ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 4 പ്രത്യേകത ഇന്ത്യൻ നേവി ദിനവും ജനുവരി 15 പ്രത്യേകത ഇന്ത്യൻ ആർമി ദിനവുമാണ്. നമുക്ക് 12ാമത്തെ ചോദ്യം. സദേൺ കമാൻഡ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഇന്ത്യയിലെ സദേൺ കമാൻഡ്, എയർഫോഴ്സിൻ്റെ സദേൺ കമാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹി, ട്രിവാൻഡ്രം, ചെന്നൈ, സിക്കന്ദരാബാദ്. ട്രിവാൻഡ്രത്താണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സദേൺ കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ആദ്യത്തെ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണെന്ന്? 1863 April 13, 1854 April 16, 1853 April 16, 1856 April 16. നമുക്കറിയാം 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 14ാമത്തെ ചോദ്യം. വേർ ഈസ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഇന്ദിരാഗാന്ധി എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, ന്യൂഡൽഹി. ഉത്തരമായി വരുന്നത് ന്യൂഡൽഹിയാണ്.
ഇന്ദിരാഗാന്ധി എയർപോർട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 15ാമത്തെ ചോദ്യം, വാർ ആൻഡ് പീസ് ബുക്ക് റിട്ടൺ ബൈ. വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞ ബുക്ക് ആരാണ് എഴുതിയേക്കുന്നത്? ജോർജ് ഓർവെൽ, ലിയോ ടോൾസ്റ്റോയ്, ജോർജ് ബെർണാഡ് ഷോ, ജോൺ മിൽട്ടൺ. ഉത്തരമായി വരുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ലിയോ ടോൾസ്റ്റോയുടെ ബുക്കാണ് വാർ ആൻഡ് പീസ്. ഒരുപാട് ചോദ്യങ്ങളിൽ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവന്ന ചോദ്യങ്ങളാണ് വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞത്. നമുക്ക് 16ാമത്തെ ചോദ്യം, വേൾഡ് വാട്ടർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ലോക ജലദിനം എന്നാണെന്ന്? മാർച്ച് 21, മാർച്ച് 23, മാർച്ച് 22, മാർച്ച് 24. മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കെമിക്കൽ ചേഞ്ച്. നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിക്സിംഗ് ചോക്ക് പൗഡർ വിത്ത് സാൻഡ് ആണോ, മെൽറ്റിംഗ് ഓഫ് ഐസ് ആണോ, ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ ആണോ, കുക്കിംഗ് ആൻഡ് എഗ് ആണോ? നമുക്കറിയാം കുക്കിംഗ് ആൻഡ് എഗ് ആണ് കെമിക്കൽ ചേഞ്ചായിട്ട് കണക്കാക്കുന്നത്. നോക്കാം 18ാമത്തെ ചോദ്യം, സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ഈസ്. വെള്ളത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണെന്ന്? എലമെൻ്റ് ആണോ, ആറ്റം ആണോ, മോളിക്യൂൾ ആണോ, ന്യൂട്രോൺ ആണോ? മോളിക്യൂളാണ് അല്ലേ. വാട്ടർ H2O എന്ന് പറയുന്ന മോളിക്യൂളാണ്. ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, വാട്ടറിൻ്റെ ചെറിയ പാർട്ടിക്കിൾ H2O ആണ്, അതായത് മോളിക്യൂളാണ്. 19ാമത്തെ ചോദ്യം, ദ റിയാക്ഷൻ റെസ്പോൺസിബിൾ ഫോർ ദ എനർജി ഓഫ് സൺ. സണ്ണിൻ്റെ എനർജിക്ക് കാരണമായ റിയാക്ഷൻ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ, ന്യൂക്ലിയർ ഫിഷൻ ആണോ, ചെയിൻ റിയാക്ഷൻ ആണോ, കമ്പഷൻ ആണോ? നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സണ്ണിൽ എനർജി പോസിബിൾ ആവുന്നത്. പക്ഷേ ആറ്റോമിക് ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷനാണ്. 20ാമത്തെ ചോദ്യം, ദ ക്യാപിറ്റൽ ഓഫ് സിക്കിം. സിക്കിമിൻ്റെ ക്യാപിറ്റൽ ഏതാ? ഗാങ്ടോക്ക് ആണോ, ഷിംലയാണോ, ഇംഫാൽ ആണോ, കൊഹിമയാണോ? സിക്കിമിൻ്റെ ക്യാപിറ്റൽ ഗാങ്ടോക്ക് ആണ്. ഓപ്ഷൻ ബി സിംല എന്തിൻ്റെ ക്യാപിറ്റലാണ്? ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ്. ഇംഫാൽ എന്തിൻ്റെ ക്യാപിറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിൻ്റെ ക്യാപിറ്റലാണ്. കൊഹിമ നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. നമുക്ക് 21ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ പ്രസൻറ്റ് ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. എയർഫോഴ്സിൻ്റെ ചീഫ് ഇപ്പോഴത്തെ ആരാണ്? എ മനോജ് മുകുന്ദ് നരവനെ, ബി രാകേഷ് കുമാർ ഭദൗരിയ, സി ബിപിൻ റാവത്ത്, ഡി കരംബീർ സിംഗ്. നമുക്കറിയാം എയർഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ ചീഫ് രാകേഷ് കുമാർ ഭദൗരിയ ആണ്. നമുക്ക് മനോജ് മുകുന്ദ് നരവനെ ഇന്ത്യൻ ആർമിയുടെ ചീഫാണ്. കരംബീർ സിംഗ് ഇന്ത്യൻ നേവിയുടെ ചീഫാണ്. ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് ആയിട്ട് പുതിയ തസ്തിക വന്നതിൻ്റെ അകത്ത് നിയമിച്ച വ്യക്തിയാണ്. 22ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ മെൻറ്റർ ഓഫ് ഗാന്ധിജി ഇൻ പൊളിറ്റിക്സ്. മറ്റു രീതിയിൽ പറയാം പൊളിറ്റിക്കൽ ഗുരു ആര് എന്ന്. ഗാന്ധിജിയുടെ പൊളിറ്റിക്സിലേക്കുള്ള ഗുരു ആര് എന്നാണ് ചോദ്യം. ബാൽ ഗംഗാധർ തിലക്, രാജ്കുമാർ ശുക്ല, ഗോപാലകൃഷ്ണ ഗോഖലെ, ലിയോ ടോൾസ്റ്റോയ്. നമുക്കറിയാം ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി. 23ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് അമെൻമെൻറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കൺ ഫ്രം. അമെൻമെൻറ്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്നൊരു ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓസ്ട്രേലിയ ആണോ, ബ്രിട്ടൻ ആണോ, USA ആണോ, സൗത്ത് ആഫ്രിക്കയാണോ? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞ ആശയം കടമെടുത്തിരിക്കുന്നത്. 24ാമത്തെ ചോദ്യം, ടെന്യൂർ ഓഫ് രാജ്യസഭാ മെമ്പർ. രാജ്യസഭാ മെമ്പറിൻ്റെ കാലാവധി എത്ര? ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അത് എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ആ ക്ലാസ് പോയി നന്നായി പഠിക്കുക. അപ്പോൾ 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 6 ഇയേഴ്സ് ആണ്. 6 വർഷമാണ് രാജ്യസഭാ മെമ്പറിൻ്റെ കാലാവധി. എന്നാൽ രാജ്യസഭയ്ക്ക് ഒരു കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭയുടെ മെമ്പറിൻ്റെ കാലാവധി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വർഷമാണ്. രാജ്യസഭാ മെമ്പറിൻ്റെ മിനിമം ഏജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഇയേഴ്സ് ആണ്. ലോക്സഭാ മെമ്പറിൻ്റെ മിനിമം ഏജ് 25 ഇയേഴ്സ് ആണ്. നമുക്ക് 25ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് റിവർ ഈസ് എ വെസ്റ്റ് ഫ്ലോയിങ് റിവർ. പടിഞ്ഞാറോട്ടൊഴുകുന്ന താഴെ പറയുന്നതിൽ ഏത് നദികളാണ്? ഓപ്ഷൻ എ താപ്തി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി ഓപ്ഷൻ എ ആൻഡ് ഒള്ളി, ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് ബി. നോക്കുക, നമ്മുടെ ഇന്ത്യയിൽ താപ്തിയും നർമ്മദയും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്, അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ എ ആൻഡ് ബി ആണ് ഓപ്ഷൻസ്.
ശരിയായിട്ട് വരുന്നത് താപ്തിയും നർമ്മദയും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. 26ാമത്തെ ചോദ്യം, പ്രസൻറ്റ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? രാജീവ് ജെയിൻ ആണോ, അമിതാഭ് ഘോഷ് ആണോ, ബിപിൻ റാവത്ത് ആണോ, അജിത് ഡോവലാണോ? ആൻസറായി വരുന്നത് അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 27ാമത്തെ ചോദ്യം, മാരിയപ്പൻ തങ്കവേലു ഈസ് ഫേമസ് ഇൻ വിച്ച് ഇവൻറ്റ്? ഏത് ഇവൻറ്റിലാണ് മാരിയപ്പൻ തങ്കവേലു ഫേമസ് ആയത്? ലോങ് ജമ്പ്, ഹർഡിൽസ്, 200 മീറ്റർ, ഹൈ ജമ്പ്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 2016 പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഹൈ ജമ്പിൻ്റെ അകത്ത് വാങ്ങിച്ച ഒരു സ്പോർട്സ് പേഴ്സണാണ് മാരിയപ്പൻ തങ്കവേലു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഇവൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഹൈ ജമ്പാണ്. 2016 ഗോൾഡ് മെഡൽ വാങ്ങിച്ചു തന്നതാണ്. നമുക്ക് 28ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2022 കോമൺവെൽത്ത് ഗെയിംസ്? 2022 കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ഏത്? ആതിഥേയരാവുന്ന രാജ്യം ഏത്? USA യുണൈറ്റഡ് കിങ്ഡം ആണോ, ഓസ്ട്രേലിയ ആണോ, ബീജിങ്ങിലാണോ? യുണൈറ്റഡ് കിങ്ഡത്തിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനിരിക്കുന്നത്. UK ബിർമിംഗ്ഹാം എന്ന നഗരത്തിൽ വെച്ചാണ് നടത്താനിരിക്കുന്നത്. നമുക്ക് 29ാമത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ എന്നാണെന്ന്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണെന്നാണ് ചോദ്യം. സെപ്റ്റംബർ 5 ആണോ, സെപ്റ്റംബർ 8 ആണോ, ഫെബ്രുവരി 5 ആണോ, ഒക്ടോബർ 9 ആണോ? ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ സെപ്റ്റംബർ 8 സെപ്റ്റംബർ 5 പ്രത്യേകത നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5 നമുക്ക് നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തി. 30ാമത്തെ ചോദ്യമാണ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺസ് മെൻ ടൈറ്റിൽ വിജയിച്ചത് ആര് എന്നാണ് ചോദ്യം. റോജർ ഫെഡറർ, നൊവാക് ജോക്കോവിക്, ഡൊമിനിക് തീം, റാഫേൽ നദാൽ? ഉത്തരമായി വരുന്നത് നൊവാക് ജോക്കോവിച്ച് ആണ് 2020 ഓസ്ട്രേലിയൻ ഓപ്പൺസ് ലഭിച്ചത്. നമുക്ക് ഫീമെയിൽ ആർക്കാണ് കിട്ടിയത്? അതായത് മെയിലാണ് നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ഫീമെയിൽ ആർക്കാണ് കിട്ടിയതെന്ന് വെച്ചാൽ സോഫിയ കെനിനാണ് ടൈറ്റിൽ ലഭിച്ചത്. അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങൾ സയൻസിൽ നിന്നും GK പോർഷനിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും കവർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് നന്നായി പഠിച്ചിട്ട് പോവുക. നന്നായി എക്സാം എഴുതുക, വിജയിക്കുക. അപ്പോൾ ബൈ.